ഹലോ, നമസ്കാരേ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ അമ്പലത്തിലേക്ക് പോകാനേ, ആരാധന ഉത്സവം കാണാൻ. മഹോത്സവം അല്ലേ. അപ്പോൾ അച്ഛൻ വരുന്നില്ല. അച്ഛൻ ചെറുങ്ങനെ ഒന്ന് വീണു, ഒന്നും പറ്റിയ ഭാഗ്യത്തിന്. അച്ഛൻ അടക്ക പറക്കാൻ പോകുമ്പോൾ ചെറുങ്ങനെ ഒന്ന് വീണു പോയി. അനങ്ങാണ്ട് നിൽക്കില്ല. അതുകൊണ്ട് അച്ഛൻ പിന്നെ കാക്ക് ചെറുങ്ങനെ ചോര വന്നു. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ചോര ഉണ്ടായതുകൊണ്ട് അമ്പലത്തിലേക്ക് വരുന്നില്ല പറഞ്ഞിട്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അച്ഛൻ വരുന്നില്ല. അമ്മക്കാ പിന്നെ കയ്യൊന്നുമില്ല. ഏച്ചി ഉണ്ടായി. ഇന്ന് ഏച്ചി നമ്മളൊപ്പം വരുന്നുണ്ട്. അച്ഛന് വരെ ഏച്ചിയാണ്. വണ്ടി വളക്കട്ടെ. അപ്പോൾ വണ്ടി വന്നു, എല്ലാവരും ഓടിച്ചാടി കയറാൻ തുടങ്ങി. അവനെ പോവാ പോവാ പോവാ. ഓക്കെ വിട്ടോ. ആ വൈകി ഇരുന്നേ, മടിയിലിരിക്കേ, മടിയിരുന്നോ? ആ അപ്പോൾ ഇനി നേരെ പയ്യന്നൂർ പോയിട്ട് കാണാം. ഓക്കെ. അതേത് അമ്പലം എന്ന് അറിയണമെങ്കിൽ അതേത് അമ്പലം എന്നറിയാം. മുത്തപ്പൻ്റെ പെരുമ്പേര് മുത്തപ്പൻ്റെ അമ്പലം. ബ്ലോക്കാണ് അല്ലേ, ഭയം ബ്ലോക്കാണ്. ആരാധന ഉത്സവത്തിൻ്റെ ബ്ലോക്ക് തന്നെ ആയിരിക്കും അല്ലേ. എന്താണ് ചിരിക്കുന്നു? വീണക്കല്ല പതക്ക് നടത്തി കിട്ടി. കൈ ഇവിടെ
സോസോണോ ആക്കിക്കോ വാങ്ങ വാങ്ങ നീ വാങ്ങ അസുണ്ടാ ഇത് നോക്കിയിട്ടല്ല എന്തുണ്ടാ അശു അസുണ്ടാ ടേസ്റ്റ് ഉണ്ടാ നീ ടേസ്റ്റ് നോക്കിയേ ടേസ്റ്റ് ഉണ്ടാ കഴിഞ്ഞില്ലേ നഷ്ടം കിട്ടി ടേസ്റ്റ് ഉണ്ടേ ടേസ്റ്റ് ഉണ്ടാ ഇങ്ങോട്ട് നോക്ക് എന്താ അച്ചു അനക്കോണ്ട ഏയ് വേണ വേണ്ട എന്നാ വാ ചട്ടി നോക്കാൻ നമുക്ക് ചട്ടി നഷു പോണ്ടേ വീട്ടിലേക്ക് പോണ്ടേ ഇവിടെ നിന്നാ മതിയാ അപ്പോൾ ഇവർ കോളിഫ്ലവറും ഐസ്ക്രീമും എന്നാണ് പച്ചമാങ്ങയെല്ലാം മാങ്ങ ഉപ്പിലിട്ടെല്ലാം തിന്നിട്ട് പിന്നെ ചട്ടി വാങ്ങാൻ പോയി ആ ചട്ടി പറഞ്ഞ ഇവള് അങ്ങോട്ട് പോകുമ്പേ കണ്ടു വെച്ചിനെ ചട്ടി വാങ്ങണം ചിക്കൻ വെക്കാൻ വേണ്ടിട്ട് ചട്ടി വാങ്ങണം ഇവള് അങ്ങോട്ട് പോകുമ്പേ പറഞ്ഞു പല ടൈപ്പിലെ ചട്ടി ഉണ്ട് കേട്ടോ നല്ല മണ്ണിന്റെ ചട്ടി അപ്പോ കറുപ്പ് കളറും ഉണ്ട് അതും നല്ല ചട്ടിയാണ് അപ്പോൾ വില കുറച്ച് കുറവുണ്ട് ആദ്യം നമ്മൾ ഈ ചേട്ടനോട് ഒരു ചട്ടി വാങ്ങി അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചേച്ചി ഉണ്ടായി ചേച്ചി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ചട്ടി വാങ്ങണം പറഞ്ഞതാണ് അപ്പോൾ ആ ചേച്ചി അടുത്തേക്കും പോയിട്ട് ഒരു ചട്ടി വാങ്ങി ചേച്ചിയുടെ പേര് രുക്മിണി എന്നാണ് അപ്പോൾ ഇവരെല്ലാം പാലക്കാട് നിന്ന് ചട്ടി കൊണ്ടുവരുന്നു കേട്ടോ പാലക്കാട് നിന്ന് ചട്ടി കൊണ്ടുവരുന്നതാണ് അപ്പോൾ ആദ്യം ഇവർ വില കൂടുതൽ പറയുന്നുണ്ട് അപ്പോൾ വില വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചട്ടിയെല്ലാം വാങ്ങി നേരെ പിന്നെ നാട്ടിലേക്ക് എന്നാ പിന്നെ എല്ലാവർക്കും ടാറ്റ അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തിനെ പാർക്കിംഗ് ഏരിയയിലേക്ക് എന്നാ പിന്നെ വീണ്ടും കാണാം ഓക്കെ